സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. പാറശാലയിൽ തെങ്ങും റബ്ബർ മരങ്ങളും കടപുഴകി വീണു. കൊല്ലം ശൂരനാട് നിരവധി മരങ്ങൾ നിലം പതിച്ചു. കോഴിക്കോട് ഫറോക്കിൽ തോണി മറിഞ്ഞ് 3 തൊഴിലാളികളെ രക്ഷപ്പെട്ടു. കോടഞ്ചേരി ചെമ്പുകടവിൽ പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വയനാട് ബാണാസുര അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കും. വയനാട്ടിൽ 3 സ്കൂളുകൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന്, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്, ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്, അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. വ്യാപകമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഓരോ ജില്ലയിലും സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടത്തിന്റെ തോത് എത്രത്തോളമുണ്ട്, ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിലായി കിടക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ആദ്യം നോക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതികൾ എത്രത്തോളം ഉണ്ട് എന്നതാണ്. നമ്മളോടൊപ്പം രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, കോഴിക്കോട് ഏതൊക്കെ മേഖലകളിലാണ് മഴയിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്? എവിടെയെങ്കിലും ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയ സാഹചര്യമോ അതല്ലെങ്കിൽ അവരെ ഈ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യമോ ഉണ്ടോ കോഴിക്കോട് ഏതെങ്കിലും മേഖലയിൽ? ഗോപി, ഇന്ന് പുലർച്ചെ മുതൽ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ചെറിയൊരു ഇടവേള, ചെറിയൊരു ശമനം മഴയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരത്തിലാണ്. പക്ഷേ മലയോര മേഖലകളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും കനത്ത മഴ, അതിശക്തമായ മഴ തന്നെയാണ് താമരശ്ശേരി, മുക്കം, വടകര ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നാശനഷ്ടങ്ങൾ ഇല്ല, കാര്യമായ നാശനഷ്ടങ്ങൾ ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 2 വാർത്തകളാണ് ഈ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഒന്ന്, കോഴിക്കോട് മുക്കത്താണ്. മുക്കത്ത് ഉൾപ്പെടെ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കോടഞ്ചേരിയിലാണ് ചെമ്പുകടവിൽ പാലത്തിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇവിടെ ഇലവഞ്ചിപ്പുഴ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ടാണ് ഈ പാലത്തിൽ വെള്ളം കയറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഫറോക്കിൽ നിന്നും പുറത്തു വരുന്ന മറ്റൊരു സംഭവം, കരുവന്തുരുത്തിയിൽ നിന്നും മണലെടുക്കാൻ പോയ ഒരു തോണി കനത്ത മഴയിലും കാറ്റിലും മറിഞ്ഞിട്ടുണ്ട്. 3 തൊഴിലാളികളായിരുന്നു ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ മറുകരയിൽ മണൽ കോരിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് കണ്ടതോടുകൂടി തന്നെ ആ 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 പേരെയും കരക്കെത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തോണി കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാണെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതിശക്തമായ മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നഗരത്തിലാണെങ്കിലും മലയോര മേഖലകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലാണെങ്കിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോപി, ഇനി നമ്മൾ പോകുന്നത് സുർജിത്ത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്കാണ്. സുർജിത്ത് നമ്മളോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നാണ്. സുർജിത്ത്, മലയോര മേഖലയായ ജില്ലയായ വയനാട്ടിൽ ഈ കനത്ത മഴ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്? എവിടെയെങ്കിലും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ അറിയേണ്ട വിവരം. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ ഈ ശക്തമായ മഴയിൽ എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയില്ല എന്നാണ് ഫ്രെയിമിൽ നിന്ന് മനസ്സിലാകുന്നത്. എവിടെയൊക്കെയായിരുന്നു കനത്ത മഴ? എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എന്താണ് മറ്റു വിവരങ്ങൾ? ഗോപി, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു ഇടവേള എന്നുള്ളത് വേണം കരുതാൻ. അതായത് മഴ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുകയാണെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ ശക്തമായ മഴ പെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 നാശനഷ്ടങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ നെയ്യാറ്റിൻകര ഭാഗത്താണ്. ഈ നെയ്യാറ്റിൻകര ഭാഗത്ത് ശക്തമായ മഴയിൽ ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ രാജേന്ദ്രന്റെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താണു എന്നുള്ളതാണ്. പക്ഷേ വീട്ടിനുള്ളിൽ ആളുകളില്ലാത്തത് കൊണ്ട് ആളപായം ഉണ്ടായില്ല. ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ ഈ പശുവിന് പുല്ല് വെട്ടാൻ പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ശക്തമായ മഴയിൽ ഈ വീട് ഇടിഞ്ഞു താണത്. അതേപോലെ തന്നെ ആ ഭാഗത്ത് തന്നെ തൊട്ടടുത്ത പ്രദേശമായ ഈ പാറശാലയിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഈ മരങ്ങൾ, റബ്ബർ മരങ്ങളും തെങ്ങും ഒക്കെ കടപുഴകി വീണ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പേപ്പാറ ഡാമിന്റെ ഷട്ടർ അത് 20 സെന്റിമീറ്റർ കൂടി ഉയർത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാമിന്റെ ഇരുവശത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നമുക്ക് നൽകുന്നുണ്ട്. ഇനി അലർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇത്തരത്തിൽ മഴ
തുടരും. ഇന്ന് ഈ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ, അതായത് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് ചിലപ്പോൾ ഉടനെ തന്നെ മാറാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം മഴ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ, മധ്യ ജില്ലകളിലൊക്കെ രാവിലെ മഴ പെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ ആ മുന്നറിയിപ്പ് മാറാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഈ വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ഇതിന്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഈ വടക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ തീരദേശത്ത് താമസിക്കുന്നവർ, അതേപോലെ തന്നെ കടലിൽ പോകുന്നവരൊക്കെ ജാഗ്രത പാലിക്കണമെന്നുണ്ട്. അത് മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകി. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കൊല്ലത്തെ വിവരങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള വിവരവുമാണ് നമുക്കിനി അറിയാനുള്ളത്. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, കൊല്ലത്ത് എന്താണ് അവസ്ഥ? ഗോപികൃഷ്ണൻ, ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും ആ ജില്ലയുടെ വിവിധയിടങ്ങളിൽ തുടരുകയാണ്. കനത്ത മഴയും കാറ്റുമാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കൊല്ലം ശൂരനാട് ഈ പടിഞ്ഞാറ്റ മുറിയിൽ അടക്കം ഈ മരങ്ങളടക്കം കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾക്കും വീടുകൾക്കും അടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നഗരപ്രദേശത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ ഗ്രാമമേഖലയിലും ഇപ്പോഴും മഴ തുടരുകയാണ്. ഈ ഇടവിട്ടുള്ള മഴ വലിയ തോതിൽ ചെറിയ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളക്കെട്ടിലാക്കി എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത്. ഈ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഈ നദികളുടെ ഒഴുക്ക് അടക്കം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. തെന്മല അണക്കെട്ടിൽ സ്വാഭാവിക രീതിയിലുള്ള നീരൊഴുക്ക് മാത്രമാണുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇടവിട്ടുള്ള മഴ തുടരുന്നത് താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കാനുള്ള സാധ്യത കൂടി ജില്ലാ ഭരണകൂടം മുന്നിൽ കാണുന്നുണ്ട്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. കോഴിക്കോട് ചെമ്പുകടവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, വെള്ളം ഒഴുകിപ്പോകുന്നതിന് ദൃശ്യങ്ങൾ കാണാം. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട, കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് എന്നാണ് കോഴിക്കോട്ടിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്.